ദാ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഒരു കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പുഡിംഗ് ഉണ്ടാക്കുന്നത് ഞാനല്ല, ഇത്താത്തയാണ്. എന്തായാലും ഉണ്ടാക്കല്ലേ, അപ്പൊ നീ വീഡിയോ എടുത്തോന്ന് പറഞ്ഞപ്പോ ഞാനും കൂടെ കൂടിയെന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ബ്രെഡ് ഒക്കെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള നട്ട്സ് ഒക്കെ ഇതുപോലെ ഒന്ന് ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബട്ടറിൽ തന്നെ നമ്മൾ ബ്രെഡും റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ആപ്പിളും അനാറും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. അതിന്റെ ഒപ്പം തന്നെ കസ്റ്റർഡിന്റെ ഈ ഒരു മിക്സും കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ വാനില എസൻസും കൂടി ഒഴിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കസ്റ്റർഡിന്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്കറിയാലോ, നമ്മുടെ കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. എല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സെറ്റ് ആയി പോട്ടോ. അപ്പൊ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പാത്രം അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള പുഡിംഗ് സെറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ നിരത്തി ഒന്ന് വെച്ചു കൊടുക്കുക. അതിന്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കസ്റ്റർഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുനുകുന കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനൽ ഗാർണിഷിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കുള്ള കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട.